പാകിസ്ഥാൻ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ജൂലൈ മുതൽ അടുത്ത സാമ്പത്തിക വർഷം മുതലാണ് നീക്കം. സാമ്പത്തിക പ്രതിസന്ധി മൂലം രക്ഷാപ്രവർത്തനങ്ങൾക്കായി സഹായം തേടേണ്ടി വരുമെന്ന ഭീഷണി നിലനിൽക്കുന്നതിനിടെ പാകിസ്ഥാന്റെ നടപടി. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിലാണ് പാക് നീക്കം. ജൂൺ 2-ന് ബജറ്റ് അവതരിപ്പിക്കുന്നതോടെ ഈ വർധനവ് പ്രഖ്യാപിക്കാനാണ് സാധ്യത. പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി മോശമായിട്ടും സൈന്യത്തിന് കൂടുതൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് IMF $1 ബില്യൺ വായ്പാ ഗഡു പാകിസ്ഥാന് അനുവദിച്ചത്. നിലവിൽ $22 ബില്യൺ വിദേശ കടം രാജ്യത്തിനുണ്ട്. IMFന്റെ ഈ വായ്പയോടെ പാകിസ്ഥാനെ ബഹുരാഷ്ട്ര ധനകാര്യ സ്ഥാപനത്തിന്റെ 4ാമത്തെ വലിയ വായ്പക്കാരാക്കി മാറ്റി. ഇന്ത്യയുമായുള്ള സൈനിക നീക്കിയിരിപ്പും സിന്ധു നദീജല കരാർ ന്യൂഡൽഹി താൽക്കാലികമായി നിർത്തിവെച്ചതുമാണ് തീരുമാനത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളെന്ന് ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ ആസൂത്രണ മന്ത്രി അഹ്സാൻ ഇക്ബാൽ ശനിയാഴ്ച 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രതിരോധ ബജറ്റ് ഉയർത്തുമെന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ ഫെഡറൽ ബജറ്റ് രൂപീകരിക്കുന്നതിനോ അന്തിമമാക്കുന്നതിനോ IMFൽ നിന്ന് ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. PML നയിക്കുന്ന പാകിസ്ഥാൻ ഫെഡറൽ സർക്കാർ പ്രതിരോധ ചെലവിൽ 18% വർധനവാണ് അംഗീകരിച്ചിരിക്കുന്നത്. ഇതോടെ വരാനിരിക്കുന്ന ബജറ്റിൽ വിഹിതം 2.5 ട്രില്യൺ രൂപയായി ഉയർത്തി. സർക്കാരിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും ഈ നിർദ്ദേശം അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനും പ്രതിരോധ ബജറ്റ് വർധനവിന് പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാട്ടി. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ നിർണായക മേഖലകൾ അവഗണിക്കപ്പെട്ടിട്ടും പാകിസ്ഥാൻ ബെയിൽ ഔട്ടുകളുടെയും വിദേശ സഹായത്തെയും ആശ്രയിച്ച് തങ്ങളുടെ പ്രതിരോധ മേഖല ശക്തമാക്കാനാണ് മുൻകൈയെടുക്കുന്നത്. പാകിസ്ഥാന്റെ നികുതി വരുമാനം താരതമ്യേന ചെറുതാണ്, പക്ഷേ അതിന്റെ പ്രതിരോധ ചെലവ് വളരെ വലുതാണ്. കാരണം സൈന്യമാണ് രാജ്യത്തിന്റെ യഥാർത്ഥ ഭരണാധികാരി. പാപ്പരായ പാകിസ്ഥാൻ ഇതിനകം ഒരു IMF ജാമ്യം നേടുകയും മറ്റൊന്ന് തേടുകയും ചെയ്തു. അതിന്റെ വലിയ പ്രതിരോധ ബജറ്റിൽ 17.6% വർധനവ് വെളിപ്പെടുത്തുന്നു. ജിയോ സ്ട്രാറ്റജിക്കും അക്കാദമിക്കായ ബ്രഹ്മ ചെലാനി ചൂണ്ടിക്കാട്ടി. ഏപ്രിൽ 22 പഹൽഗാം ആക്രമണത്തിനു ശേഷം ഇന്ത്യ പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയിരുന്നു. ഈ ദൗത്യത്തിൽ ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷ്-ഇ-മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുമായി ബന്ധമുള്ള 9 ഭീകര ക്യാമ്പുകൾ ഇന്ത്യ സായുധ സേന വിജയകരമായി തകർത്തു.